ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 9. ബാബയുടെ അനുഭവങ്ങളും ആജ്ഞയും. കുറേ സംഭവങ്ങൾ. മരുന്നിന്റെ ആവശ്യം. ഭക്തന്മാരുടെ അനുഭവങ്ങൾ. ബാബ സമൃദ്ധിയായി ഉണ്ടു. ഒടുവിലത്തെ അധ്യായത്തിൽ ഭക്തന്മാർ ബാബയുടെ ആജ്ഞകൾ അനുസരിച്ചാൽ പോകുന്ന വഴിക്ക് നല്ല അനുഭവങ്ങളും നേരെ മറിച്ച് ആജ്ഞകൾ ലംഘിക്കുന്നവർക്ക് കഷ്ടപ്പാടുകളും വന്നുകൊണ്ടിരുന്നു. ഇതിനോട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ വിവരിക്കാം. ഷിർദിയുടെ സ്വഭാവം. തീർത്ഥയാത്ര. ഷിർദി തീർത്ഥ യാത്രയുടെ പ്രത്യേകത എന്തെന്നാൽ ആരും ബാബയുടെ അനുമതി കൂടാതെ ഷിർദി വിട്ടുപോകാൻ പാടില്ല. അല്ലാതെ പോയാൽ അവർ ഏറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. ബാബ ചില സൂചനകൾ കൊടുക്കും. സ്ഥലം വിടുമ്പോഴും ആ സൂചനകൾ തീർച്ചയായും അനുസരിക്കണം. അത് അവർ അനുസരിച്ചില്ലെങ്കിൽ പറയാതെ സ്ഥലം വിട്ടാലും അപകടങ്ങൾ അവർക്ക് ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ചില സംഭവങ്ങൾ. തത്യോക്കോട്ടെ പാട്ടിൽ ഒരു കുതിരവണ്ടിയിൽ കോപ്പർഗാവിലുള്ള അങ്ങാടിക്ക് പോവുകയായിരുന്നു. അദ്ദേഹം മസ്ജിദിലേക്ക് വന്നു ബാബയെ നമസ്കരിച്ചു. കോപ്പർഗാവ് ബജാറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അതിന് ധൃതിപ്പെടേണ്ട, ഇപ്പോൾ കുറെ കഴിയട്ടെ, അങ്ങാടിയെ മറക്കൂ, ഗ്രാമത്തിന് പുറത്ത് ഇപ്പോൾ പോകേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ധൃതി കണ്ട് ബാബ തത്യാവോട് പറഞ്ഞു, കൂടെ ഷാമാവിനെയും കൊണ്ടുപോകൂ. അത് വകവയ്ക്കാതെ തത്വക്കോട്ട തന്റെ കുതിരവണ്ടി വേഗത്തിൽ ഓടിച്ചു. 2 കുതിരകളിൽ ഒന്ന് 300 രൂപ മതിപ്പുള്ളത്, ചൊടിയുള്ളതും അക്ഷയമായതുമായിരുന്നു. സുളി വിഹാർ കടന്നതും അത് വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഇടുപ്പിൽ ഒരു ചുളുക്ക് കാരണം അത് താഴെ വീണു. തത്യാവിന് അധികം പരിക്കൊന്നും പറ്റിയില്ല. പക്ഷെ അമ്മയെ പോലുള്ള സായിയുടെ സ്നേഹവും ഉപദേശവും ഓർമ്മ വന്നു. മറ്റൊരവസരത്തിൽ കോൾഹാർ ഗ്രാമത്തിലേക്ക് ചെന്ന തത്യ ബാബയുടെ ഉപദേശം അനുസരിച്ചില്ല. ഇതേപോലെ കുതിരവണ്ടിയിൽ സഞ്ചരിച്ചു. അപ്പോഴും അപകടം പറ്റി. യൂറോപ്പിലുള്ള മാന്യൻ. മുംബൈയിലുള്ള ഒരു യൂറോപ്യൻ മാന്യൻ ഷിർദിക്ക് വന്നു. നാനാ സാഹിബ് ചന്ദേക്കറിന്റെ അറിവോടെ ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. അദ്ദേഹത്തെ നല്ല ഒരു കൂടാരത്തിൽ താമസിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് ബാബയുടെ മുമ്പിൽ കുനിഞ്ഞു ചുംബിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 3 പ്രാവശ്യം അദ്ദേഹം മസ്ജിദിൽ ചെന്നു ബാബയോട് അടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നിഷ്ഫലമായി. അയാളെ വെളിയിൽ ഇരുത്തി അവിടെ നിന്നുകൊണ്ട് ബാബയെ ദർശിക്കാൻ ആജ്ഞാപിച്ചു. മര്യാദക്കുറവായി കരുതിയ അദ്ദേഹം ഉടനടി ശ്രുതി വിടാൻ തീരുമാനിച്ചു. ബാബയുടെ അനുമതി ചോദിച്ചു. ബാബ അടുത്ത ദിവസം പോകാനായി ഉപദേശിച്ചു. അവിടെ കൂടിയിരുന്ന ആളുകളും ബാബയുടെ നിർദ്ദേശം അനുസരിക്കാൻ ആവശ്യപ്പെട്ടു. ആരെയും വകവയ്ക്കാതെ അദ്ദേഹം ഒരു കുതിരവണ്ടിയിൽ ശ്രുതി വിട്ടു. സവാളി വിഹാർ കടന്നു. കുതിരകളും ശരിയായി ഓടിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരു സൈക്കിൾ ആ വണ്ടിക്ക് മുന്നിൽ വന്നു. ഇത് കണ്ട കുതിരകൾ പേടിച്ച് വേഗത്തിൽ ഓടാൻ തുടങ്ങി. കുതിരവണ്ടി തല കീഴായി മറിയുകയും ആ മാന്യൻ താഴെ വീണ് കുറെ ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഉടനടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെങ്കിലും കോപ്പർഗാവ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കിടക്കേണ്ടി വന്നു. അത്തരം അനുഭവങ്ങൾ ധാരാളം ഉണ്ടായി. ആളുകൾ നല്ല പാഠം പഠിച്ചു. എന്തെന്നാൽ ആര് ബാബയുടെ ആജ്ഞയെ നിരസിക്കുന്നുവോ അവർക്ക് കണിശമായ അപകടങ്ങൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കൂടി ഉണ്ടായിക്കൊണ്ടിരുന്നു. ആര് അനുസരിക്കുന്നുവോ അവർ ഭദ്രമായി സന്തോഷമായി കാണപ്പെട്ടിരുന്നു. ഭിക്ഷയുടെ ആവശ്യം. എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണരുന്നുണ്ട്. ബാബ വിലമതിക്കാനാവാത്ത ദൈവീകത നിറഞ്ഞ ആളായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ആയുഷ്കാലം മുഴുവനും ഭിക്ഷാപാത്രവുമായി യാചിച്ചു നടന്നത്? ഈ ചോദ്യത്തിന് 2 അർത്ഥത്തിൽ ഉത്തരം നൽകാൻ കഴിയും. ഒന്ന്, ആരാണ് ഭിക്ഷയെടുത്ത് ജീവിക്കാൻ അർഹതയുള്ളവർ? നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു, ഏതൊരുവൻ 3 മുഖമായ ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടുകിട്ടി വംശം, ധനം, പരമ്പര, കീർത്തി, സന്യാസം സ്വീകരിച്ചാൽ അവർ യാചനത്തിന് അർഹതയുള്ളവരാണ്. അവർക്ക് വീട്ടിൽ പാചകം ചെയ്യുവാൻ സാധ്യമല്ല. അവർക്കുള്ള ആഹാരം കൊടുക്കുക എന്നത് വീട്ടുകാരുടെ ചുമതലയാണ്. ബാബ ഒരു കുടുംബസ്ഥനോ വാനപ്രസ്ഥനോ ആയിരുന്നില്ല. ബാബ ചെറുപ്പം മുതലേ ഒരു സന്യാസിയായിരുന്നു. സായിബാബയ്ക്ക് ലോകം മുഴുവനും വീടായിരുന്നുവെന്നതാണ് വിശ്വാസം. ബാബ ഭഗവാൻ വാസുദേവനായിരുന്നു. ലോകത്തെ ഭരിക്കുന്നവനും അറിവില്ലാത്ത ബ്രഹ്മവും ആയതുകൊണ്ട് ബാബയ്ക്ക് ഭിക്ഷ യാചിക്കാൻ പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. 2, പഞ്ചസൂന. 5 പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഭക്ഷണം ഉണ്ടാക്കുവാനായി വീട്ടുകാർ 5 ജോലികൾ പൂർത്തിയാക്കണം. കഴുകൽ, പൊടിക്കൽ, അരയ്ക്കൽ, അടിച്ചുകൂട്ടൽ, അടുപ്പു കത്തിക്കൽ. ഈ കാര്യങ്ങൾ ചെയ്താൽ അനേകം ജീവികൾ കൊല്ലപ്പെടുന്നു. അതിനാൽ ഗൃഹവാസികൾ
ചില പാപങ്ങൾ ചുമക്കേണ്ടി വരുന്നു. അവയ്ക്ക് പരിഹാരമായി നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 1 ബ്രഹ്മയജ്ഞം, 2 വേദാന്തനം, 3 പൃഥുയജ്ഞം, 4 ദേവയജ്ഞം, 5 ഭൂതയജ്ഞം, 6 മനുഷ്യ അതിഥി യജ്ഞം. മേൽപ്പറഞ്ഞ 6 അർപ്പണങ്ങൾ ശാസ്ത്രോക്തമായി ചെയ്താൽ മനഃശാന്തി കിട്ടും, ആത്മബോധം ഉണ്ടാവുകയും ചെയ്യും, കൂടുതൽ അറിവ് ലഭിക്കും. ബാബയുടെ വീട് തോറും ചെന്നുള്ള യാചനം അവിടുത്തെ നിവാസികൾക്ക് അവരുടെ കടമയെ ഓർമ്മിപ്പിക്കുന്ന മാതിരിയായിരുന്നു. വീട്ടിലിരുന്നു കൊണ്ട് ബാബ മൂലം പാഠങ്ങൾ പഠിക്കുവാൻ സാധിച്ചതിൽ അവർ ഭാഗ്യവാന്മാരാണ്. ഭക്തന്മാരുടെ അനുഭവങ്ങൾ. ഇനി മറ്റു പല താല്പര്യങ്ങൾ തോന്നുന്ന വിഷയത്തിലേക്ക് കടക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ 9:26 പറയുന്നു, ആരെങ്കിലും മനസ്സാലെ ഒരു തുളസിയിലെയോ പൂവോ പഴമോ വെള്ളമോ തരുന്നുവെങ്കിൽ ആ പുണ്യ മനസ്സുള്ള മനുഷ്യന്റെ നിവേദനത്തെ ഞാൻ കൈക്കൊള്ളുന്നു. സായിബാബയ്ക്ക് ഒരു ഭക്തൻ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ബാബ ആ മനുഷ്യനെ ഓർമ്മപ്പെടുത്തി അത് വാങ്ങുകയും അവനെ ആശീർവദിക്കുകയും ചെയ്യുന്നു. ചില സംഭവങ്ങൾ താഴെ ചേർക്കുന്നു. താർക്കോട് കുടുംബം, അച്ഛനും മകനും. ശ്രീരാമചന്ദ്ര ആത്മറാം അല്ലെങ്കിൽ ബാബാ സാഹിബ് താർക്കോട് ഒരു പ്രാർത്ഥനാ സമാജത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും സായിബാബ ഭക്തന്മാരായിരുന്നു. ഒരിക്കൽ മകനും അമ്മയും ചേർന്ന് ഷിർദിക്ക് പോയി. വേനൽക്കാലം അവിടെ ചിലവഴിക്കാമെന്ന് ആശിച്ചു. പക്ഷേ മകൻ അത് ഇഷ്ടമായില്ല. കാരണം എന്തെന്നാൽ അച്ഛൻ ഒരു പ്രാർത്ഥനാ സമാജത്തിലെ അംഗമായിരുന്നതിനാൽ ഒരു പക്ഷേ മാസ്റ്റർ താർക്കോട് ബാന്ദ്ര വിട്ടുപോയാൽ അവൻ ചെയ്തിരുന്ന സായി പടത്തിൽ നിന്നുള്ള പൂജ അച്ഛൻ ചെയ്തില്ലെങ്കിലോ എന്ന് സംശയം കടന്നുകൂടി. മകൻ ഏതു പ്രകാരം പ്രാർത്ഥിച്ചിരുന്നുവോ അതേമാതിരി അച്ഛൻ പ്രാർത്ഥനകൾ നടത്താമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ അമ്മയും മകനും ഒരു വെള്ളിയാഴ്ച ഷിർദിക്ക് യാത്രയായി. അടുത്ത ദിവസം ശനിയാഴ്ച ശ്രീ താർക്കോട് രാവിലെ നേരത്തെ എണീറ്റ് കുളി കഴിഞ്ഞു പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് കോവിലിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു പറഞ്ഞു, ബാബ, ഞാൻ എന്റെ മകൻ ചെയ്യുന്ന മാതിരി പൂജ ചെയ്യുവാൻ പോകുന്നു. പക്ഷേ അതൊരു നിയമനിഷ്ഠയോടെ ആയിരിക്കുമെന്ന് സംശയിക്കേണ്ട. എന്നിട്ട് പൂജ നടത്തി കൽക്കണ്ടം നൈവേദ്യമായി അർപ്പിച്ചു. ആ കൽക്കണ്ടം ഭക്ഷണ സമയത്ത് എല്ലാവർക്കും വിതരണം ചെയ്തു. അന്ന് വൈകുന്നേരവും അടുത്ത ഞായറാഴ്ചയും ശരിയായി പോയി. അതിനടുത്ത ദിവസം തിങ്കളാഴ്ച ഒരു പണി ദിവസമായിരുന്നു. അത് ശരിയായി കഴിഞ്ഞു. ശ്രീ താർക്കോട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്തരം ഒരു പൂജ ചെയ്തിട്ടില്ല. എല്ലാം നല്ലതുപോലെ മകൻ പറഞ്ഞ പ്രകാരം നടക്കുന്നുവെന്ന് അദ്ദേഹത്തിന് നല്ല ധൈര്യം വന്നു. അടുത്ത ദിവസം ചൊവ്വാഴ്ച കാലത്ത് പൂജ കഴിഞ്ഞു തന്റെ ഓഫീസിലേക്ക് ചെന്നു. ഉച്ചയ്ക്ക് ഊണിന് വന്നപ്പോൾ പൂജയിൽ കൽക്കണ്ടം നൈവേദ്യം കണ്ടില്ല. ഭക്ഷണം കഴിഞ്ഞ് പതിവ് പ്രകാരം നൈവേദ്യം കാണാത്തതിനാൽ തന്റെ പാചകക്കാരനോട് ചോദിച്ചു. അന്ന് അവൻ നൈവേദ്യ പൂജയിൽ കൽക്കണ്ടം വെക്കുവാൻ മറന്നുപോയി. ആ പൂജയും വിട്ടുപോയി. അതിനാൽ തന്റെ സ്ഥലം വിട്ട് പൂജാമുറിയിൽ ചെന്ന് ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. താൻ ബാബയെ നിന്ദിച്ചതായി അനുസ്മരിച്ചു. ഇതിന് കാരണം അദ്ദേഹം ഈ പൂജയെ ഒരു സാധാരണ ചടങ്ങായി കരുതിയതിലാണെന്നും മനസ്സിലായി. ഉടനടി അദ്ദേഹം തന്റെ മകന് എല്ലാ വിവരങ്ങളും ചേർത്ത് ഒരു കത്തയച്ചു. അത് ബാബയുടെ കാലടികൾ അർപ്പിക്കുവാനായി പറഞ്ഞിരുന്നു. അദ്ദേഹം ചെയ്ത തെറ്റിന് ക്ഷമയാചിക്കുന്നുവെന്നും എഴുതി. ഇത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ബാന്ദ്രാവിൽ നടന്നു. ഏകദേശം അതേ സമയത്ത് ഉച്ചപൂജ തുടങ്ങുവാൻ പോകുന്ന സമയത്ത് ബാബ താർക്കോടിന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിൽ പോയിരുന്നു. പക്ഷെ അവിടുത്തെ വാതിൽ അടച്ചിരുന്നു. എങ്ങനെയോ അകത്ത് ചെന്ന് നോക്കിയപ്പോ ശ്രീ താർക്കോട് എനിക്ക് ഭക്ഷിക്കാനായി ഒന്നും വെച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മനഃശാന്തിയില്ലാതെ തിരിച്ചു പോന്നു. ആ സ്ത്രീക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ മകൻ അടുത്തിരുന്നതിനാൽ എല്ലാ തെറ്റുകളും ഗ്രഹിച്ചു. പൂജകളിൽ ചില വീഴ്ചകൾ വന്നിട്ടുള്ളതിനാൽ താൻ തന്നെ ബാന്ദ്രാവിലേക്ക് തിരിച്ചു പോവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ ബാബ അതിന് അനുമതി നൽകിയില്ല. പൂജയെ അവിടെ തന്നെ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ശേഷം മകൻ അച്ഛൻ ഒരു കത്തെഴുതി. അതിൽ എല്ലാ കാര്യങ്ങളും വിശദമായി വിവരിച്ചിരുന്നു. കൂടാതെ വീട്ടിൽ പൂജയെ നിരസിക്കാതെ ക്രമമായി നടത്തുവാൻ അപേക്ഷിച്ചു. ഈ 2 കത്തുകളും അടുത്തടുത്ത ദിവസം അവരവർക്ക് കൊടുത്തു. ഇതൊരു അത്ഭുതമല്ലേ? ശ്രീമതി താർക്കാട്. ഇപ്പോൾ താർക്കാടിന്റെ ഭാര്യയുടെ വിവരം നോക്കാം. അവൾ 3 സാധനങ്ങൾ കൊടുത്തിരുന്നു. കത്തിരിക്ക, ചുട്ട മസാല ചേർത്തത്, വട്ടത്തിൽ നുറുക്കി നെയ്യിൽ പൊരിച്ച കത്തിരിക്ക,
3 പേട, പാൽഗോവ ഉരുണ്ട മധുര പലഹാരം. ബാബ എങ്ങനെ അവയെ സ്വീകരിച്ചുവെന്ന് നോക്കാം. ഒരിക്കൽ ശ്രീ രഘുവീർ ഭാസ്കർ പുരന്ദരെ ബാന്ദ്രാവിൽ നിന്നുള്ള ഒരു വലിയ ബാബ ഭക്തനായിരുന്നു. അദ്ദേഹം ഷിർദിക്ക് സകുടുംബം പുറപ്പെട്ടു. താർക്കാടിന്റെ ഭാര്യ ശ്രീമതി പുരന്ദരയോട് 2 കത്തിരിക്ക കൊടുത്ത് ഒന്നിൽ പരതും മറ്റൊന്നിൽ കച്യാരവും ഉണ്ടാക്കി ഷിർദിക്ക് പോകുന്ന സമയത്ത് ബാബയ്ക്ക് ഉപചരിക്കാനായി പറഞ്ഞു. ഷിർദി എത്തി ഉടൻ ആ സ്ത്രീ ഭരത് കൊണ്ട് മസ്ജിദിലേക്ക് ചെന്നപ്പോൾ ബാബ തന്റെ ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു. ബാബ ഭരത് വളരെ രുചികരമായി കാണപ്പെട്ടതിനാൽ അതിനെ എല്ലാവർക്കും പകർന്നു കൊടുത്തിട്ട് ഇപ്പോൾ കച്ചേരി വേണമെന്ന് ആവശ്യപ്പെട്ടു. രാധാകൃഷ്ണമയിക്ക് ബാബയുടെ ആഗ്രഹത്തെക്കുറിച്ച് ഉടനടി ഒരു സന്ദേശം അയച്ചു. ആ സ്ത്രീ അമ്പരന്നു പോയി. എന്തെന്നാൽ ആ സമയത്ത് കത്തിരിക്ക കിട്ടുമായിരുന്നില്ല. പിന്നെ കത്തിരിക്ക എങ്ങനെ ലഭിക്കുമെന്ന് ചോദ്യമായി. ആരാണ് ഈ ഭരത് കൊണ്ടുവന്നതെന്നും പുരന്ദരയുടെ ഭാര്യയോട് കച്ചേരി ഉണ്ടാക്കി ബാബയ്ക്ക് നൽകണമെന്നും പറഞ്ഞു. കച്ചേരി കിട്ടിയിട്ടില്ല എന്ന ഗൂഢാർത്ഥം അപേക്ഷ എല്ലാവരെയും അതിശയത്തിലാക്കി. 1915 ഡിസംബറിൽ ഗോവന്ത് ബലറാം മാൻകറും അദ്ദേഹത്തിന്റെ അച്ഛനും ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുവാൻ ഷിർദിക്ക് പോകാൻ ആഗ്രഹിച്ചു. പോകുന്നതിനു മുമ്പ് അദ്ദേഹം ശ്രീ താർക്കാടിനെ കാണാനായി വന്നു. അപ്പോൾ താർക്കാടിന്റെ ഭാര്യ എന്തെങ്കിലും ബാബയ്ക്ക് കൊടുത്തയക്കണമെന്ന് ആശിച്ചു. വീട് മുഴുവനും തേടി നോക്കിയിട്ടും നൈവേദ്യം ചെയ്ത ഒരു പേടയൊഴികെ വേറൊന്നും കണ്ടില്ല. ബാബയോടുള്ള അതിയായ ഭക്തി കാരണം അവൾ ആ പേടയെ ഗോവിന്ദ് വഴി കൊടുത്തയച്ചു. ബാബ അത് സ്വീകരിച്ചു. ഭക്ഷിക്കുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഗോവിന്ദ് ഷിർദിയിലെ ബാബയെ കണ്ടു. പക്ഷേ ആ സ്ത്രീ തന്ന പേട എടുത്തു കൊണ്ടുപോവാൻ മറന്നുപോയി. ഉച്ചയ്ക്ക് വെറും കൈയോടെ ബാബയെ കാണാൻ ചെന്നു. ബാബ ഇനിയും കാത്തിരിക്കുന്ന നിലയിലില്ലായിരുന്നു. അതിനാൽ ഗോവിന്ദിനോട് നീ എന്താണ് എനിക്ക് കൊണ്ടുവന്നത്? ബാബ ഇനിയും കാത്തിരിക്കുന്ന നിലയിലല്ലായിരുന്നു. അതിനാൽ ഗോവിന്ദനോട് നീ എന്താണ് എനിക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് മറുപടി കിട്ടി. ബാബ വീണ്ടും ചോദിച്ചു. അതിന് അതേ ഉത്തരം കിട്ടി. എങ്കിൽ താർക്കാടിന്റെ ഭാര്യ നിങ്ങൾ പുറപ്പെടുന്ന സമയത്ത് എനിക്കായി എന്തോ ഒരു മധുര പലഹാരം തന്നില്ലേ? ഗോവിന്ദന് ഉടനെ എല്ലാം ഓർമ്മ വന്നു. ബാബയോട് ഉടനടി മാപ്പ് ചോദിച്ചു. തന്റെ താമസ സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് ആ പേട കൊണ്ടുവന്നു കൊടുത്തു. അത് കയ്യിൽ കിട്ടിയ ഉടനെ ബാബ വായിലിട്ട് വിഴുങ്ങി. താർക്കോടിന്റെ ഭാര്യയുടെ ഭക്തി ഇത്തരത്തിൽ ബാബയെ സ്വീകരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യർ എന്നെ വിശ്വസിക്കുന്നു, അതിനാൽ ഞാൻ അവരെ സ്വീകരിക്കുന്നു. ഗീത 4:11. ഈ സംഭവത്തിൽ അത് തെളിവായി. ബാബ സമൃദ്ധിയായി ഊണ് കൊടുത്തിരുന്നു. എങ്ങനെ? ഒരിക്കൽ താർക്കാടിന്റെ ഭാര്യ ഷിർദിയിൽ താമസിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം തയ്യാറായി. ഭക്ഷണം വിളമ്പുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലഞ്ഞ നായ കുരയ്ക്കാൻ തുടങ്ങി. താർക്കാടിന്റെ ഭാര്യ ഒരു റൊട്ടിയുടെ കഷ്ണം അതിനിട്ട് കൊടുത്തു. ആ നായ രുചിയോടെ അത് വിഴുങ്ങി. ഉച്ചയ്ക്ക് പൂജയ്ക്ക് വന്ന ആ സ്ത്രീ ഒരിത്തിരി ദൂരത്തിൽ ഇരിക്കുകയായിരുന്നു. അവളോട് ബാബ ഇപ്രകാരം പറഞ്ഞു. അമ്മേ, നിങ്ങൾ എനിക്ക് പൂർണ്ണ തൃപ്തിയാകും വിധം ഭക്ഷണം തന്നു. പട്ടിണി കിടന്ന് പ്രാണജീവികളെ തൃപ്തിയാക്കി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് നിനക്ക് നന്മകൾ വരുത്തും. ഈ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഒരിക്കലും കള്ളം പറയുകയില്ല. എന്നിൽ ഈ മാതിരി കരുണ കാണിക്കുക. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക. പിന്നെ നിങ്ങൾ ഭക്ഷിക്കുക. ബാബ എന്താണ് പറയുന്നതെന്ന് ആദ്യം അവർക്ക് മനസ്സിലായില്ല. അതിനാൽ അവൾ മറുപടിയായി, ബാബ, എനിക്കിങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ സാധിക്കും. ഞാൻ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നു. എന്റെ ഭക്ഷണവും പണവും കൊടുത്തു മേടിച്ചതായിരുന്നു. ബാബ പറഞ്ഞു, ആ റൊട്ടി കഷ്ണം തിന്നതിൽ ഞാൻ വളരെ സംതൃപ്തനായി. ഭക്ഷണത്തിന് മുമ്പ് ഒരു നായ്ക്ക് ഭക്ഷണം കൊടുത്തില്ലേ? അത് എന്റെ കൂടെയുള്ളതാണ്. അതേമാതിരി പല ജീവികൾ, പൂച്ച, പന്നി, ഈച്ച, പശുക്കൾ മുതലായവ എന്റെ കൂടെയുണ്ട്. ഞാൻ അവയുടെ രൂപത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം എന്റെ പ്രേമികളാണ്. അതുകൊണ്ട് തരം തിരിച്ചും വേർപെട്ടും ഒന്നിനെയും നോക്കേണ്ട. ഇന്ന് തന്ന പോലെ എന്നെ ഉപചരിക്കുക. ഈ അമൃതമൊഴികൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തൊണ്ടയിടറി. മാത്രമല്ല സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സാരം എന്താണ് ഈ അധ്യായത്തിന്റെ സാരം? എല്ലാറ്റിനെയും ഈശ്വരനായി കാണുക എന്നതാണ് ഈ അധ്യായത്തിന്റെ സാരം. ഉപനിഷത്ത്, ഗീത, ഭാഗവതം എല്ലാറ്റിലും ഇത് തന്നെയാണ് ഉപദേശിക്കുന്നത്. മേൽപ്പറഞ്ഞ സംഭവം മൂലവും ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ മൂലവും നമ്മൾ ഈ ഉപദേശങ്ങൾ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ബാബ തെളിയിക്കുന്നു. ഇതുമൂലം സായി ബാബ ഉപനിഷത്ത് വിഷയങ്ങളിൽ ഒരു മികച്ച ഗുരുവായി തെളിയുന്നു. ആമേൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.